ആ സ്കൂട്ടർ ഓടിച്ച് സെൻറ് ജോസഫ് സ്കൂളിൻ്റെ പടി കയറുമ്പോൾ പ്രതാപൻ്റെ മനസ്സിൽ മുഴുവനും മിമിക്രിയായിരുന്നു. തൻ്റെ ശാരീരികാവസ്ഥയെ മിമിക്രിയോടുള്ള അടങ്ങാത്ത ആഗ്രഹം കൊണ്ടാണ് അയാൾ മറികടന്നിരുന്നത്. പക്ഷേ സെൻറ് ജോസഫ് സ്കൂളിൻ്റെ ക്ലാസ് മുറിയുടെ വാതിലിൽ ആ സ്കൂട്ടർ നിന്നു. പ്രതാപൻ്റെ പ്രതീക്ഷയും. മിമിക്രി നടക്കുന്നത് സ്കൂളിൻ്റെ 4ാം നിലയിലാണ്. ആ കാലും വെച്ച് അത്രയും കയറാനാവില്ല. ഇഷ്ടത്തോടെ കാണാൻ വന്നതിന് സംഘാടകരുടെ സമ്മാനം. ഓൾറെഡി ഞാനൊരു ഭിന്നശേഷിക്കാരനാണ്. ഞാനൊരു മിമിക്രി മത്സരാർത്ഥിയാണ്. നേരത്തെ യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ മിമിക്രി, ലളിതഗാനം, പിന്നെ അതൊക്കെ കവിതാലാപനത്തിൽ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ മിമിക്രി എന്ന ജനകീയ കല നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. കാരണം ഞാനിവിടെ എത്തിയപ്പം ആദ്യം വിമലാദയ സ്കൂളിലാണ് മിമിക്രി വേദി പറഞ്ഞിരുന്നത്. അവിടെ നിന്ന് മാറ്റി ഇപ്പം സെൻറ്റ് ജോസഫിലേക്കാക്കി. ഇവിടെ എത്തിയപ്പോഴാണ് കാണാവുന്നൊരു പ്രതീക്ഷയില്ല. ഞാൻ വെച്ച് ഓപ്പൺ സ്റ്റേജ് ആയിരിക്കും എന്ന് വിചാരിച്ചു. അന്നപ്പോഴാണ് അറിയുന്നത് 3ാമത്തെ നിലയിലാണെന്ന്. അപ്പോൾ നമ്മളെപ്പോലുള്ള ഭിന്നശേഷിക്കാർക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു കാര്യമാണത്. കാരണം സ്റ്റെപ്പ് കൊണ്ട് അവന് ലിഫ്റ്റ് സൗകര്യം കാര്യങ്ങളൊന്നുമില്ല. ജനപ്രിയമായ ഒരു കല എന്തിനാണ് 4ാം നിലയിൽ കൊണ്ടുപോയി വെച്ചത് എന്ന ചോദ്യമായിരുന്നു ആ മിമിക്രി പ്രേമിയുടെ മനസ്സിൽ മുഴുവനും. സംഘാടകരോട് അത് ചോദിക്കുകയും ചെയ്തു. ഭിന്നശേഷിക്കാർക്കായി എല്ലായിടത്തും സൗകര്യമൊരുക്കാറുണ്ട്. പക്ഷേ മിമിക്രി പോലുള്ള ഒരു ജനകീയ കല താഴത്തെ നിലയിൽ അവർക്ക് വെക്കാമായിരുന്നു. അത്രയും ഇഷ്ടത്തോടെയാണ് അദ്ദേഹം വീട്ടിൽ നിന്നും ഇറങ്ങിയത്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ മിമിക്രി എന്നുള്ളൊരു കലാരൂപം ഒരു ജനകീയ കലാരൂപമാണ്. അതൊരു മെയിൻ വേദിയിലേക്ക് ആക്കാത്തതിൽ നമുക്കൊരു വിഷമമുണ്ട്. കാരണം ഇത്ര ആൾക്കാർ ഇഷ്ടപ്പെടുന്നൊരു കലാരൂപം. പിന്നെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് കാണാൻ കഴിയും. ഇപ്പം നമുക്ക് വണ്ടിയില്ലാതെ തന്നെ മെയിൻ വേദി തന്നെ ഒന്ന് കാണാമായിരുന്നു. ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മിമിക്രി കാണാൻ പറ്റിയില്ല. 2006 ഏപ്രിലിൽ കൊല്ലം ഉമയനല്ലൂരിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിലാണ് പ്രതാപന് നട്ടലിന് സാരമായി ക്ഷതമേൽക്കുന്നത്. പിന്നീട് വർഷങ്ങളോളം വീൽചെയറിലും കട്ടിലിലും. വീൽചെയറിൽ പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയത് മുതലാണ് തേവള്ളി ബി എഡ് സെൻറ്ററിൽ ഉപരിപഠനത്തിന് ചേരുന്നത്. അടക്കി വെച്ചിരുന്ന തൻ്റെ മിമിക്രി മുഖം വീണ്ടും പൊടി തട്ടിയെടുക്കുന്നത് അവിടെ നിന്നാണ്. കലോത്സവ വേദിയിലെ മിന്നും താരമായി അദ്ദേഹം മാറുകയായിരുന്നു. മിമിക്രി ചെയ്യുന്നതാണ്. ഇപ്പോൾ സംസ്ഥാന ഈ യൂണിവേഴ്സിറ്റി കലോത്സവം കഴിഞ്ഞ വർഷം 2021 പങ്കെടുത്തത്. അതിൽ 76 മത്സരാർത്ഥികളുണ്ടായിരുന്നു പല സർവകലാശാലയായിട്ട്. അപ്പോൾ അതിൽ മത്സരിക്കാനൊരു ഭാഗ്യം കിട്ടി. ആദ്യം നമ്മൾ ഈ റേഡിയോയിൽ കേൾക്കുന്ന ഒരു പരസ്യമുണ്ടല്ലോ, ശ്വാസം, അത് ഗോപൻ സാറാണ് പറയുന്നത്. സാറിൻ്റെ ശബ്ദം എടുത്തതിന് ശേഷം VS ജനറൽ സാറിൻ്റെ ഗോപൻ സാർ ആ പരസ്യം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു നോക്കാം. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി പുകവലിക്കാരൻ്റെ ശ്വാസകോശത്തിൽ അടങ്ങിയിരിക്കുന്ന പുക പുറത്തെടുത്താൽ ഏകദേശം ഇത്രത്തോളം ഉണ്ടായിരിക്കും. അത് നിങ്ങളെ ഒരു വലിയ രോഗിയാക്കി മാറ്റും. വലിയ രോഗി. പുകവലിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഇത് VS അച്യുതാനന്ദ സാറ് പറഞ്ഞാൽ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി പുകവലിക്കാരൻ്റെ ശ്വാസകോശത്തിൽ അടങ്ങിയിരിക്കുന്ന പുക പുറത്തെടുത്താൽ ഏകദേശം ഇത്രത്തോളം ഉണ്ടായിരിക്കും. അത് നിങ്ങളെ ഒരു വലിയ രോഗിയാക്കി മാറ്റും. വലിയ രോഗി. കുഞ്ഞായിരിക്കുമ്പോൾ കൊല്ലത്ത് നടന്ന സ്കൂൾ കലോത്സവത്തിൽ വന്ന ഓർമ്മയുണ്ട് പ്രതാപന്. അതിനുശേഷം കൊല്ലത്ത് കലോത്സവം നടക്കുമ്പോൾ അദ്ദേഹം കിടപ്പിലായിരുന്നു. ഇനി എന്നാണ് ഇങ്ങനെയൊരു അവസരം വരുമെന്നും അറിയില്ല. അടുത്ത വർഷം ഇനി 14 വർഷത്തിന് ശേഷമായിരിക്കും ഇവിടെ കൊല്ലത്ത് വരുന്നത്. അപ്പോൾ എനിക്ക് 19-25 വയസ്സാകും. നമ്മൾ ആ സമയത്തൊക്കെ നമ്മുടെ ആരോഗ്യസ്ഥിതി പോലെ എങ്ങനെയാണെന്നല്ലേ അറിയുന്നു. അത്രയും നിരാശയോടെ ആ വണ്ടി സെൻറ് ജോസഫിൻ്റെ ഗേറ്റ് കടന്നു പോകുമ്പോഴും 4ാം നിലയിലെ 18ാം നമ്പർ വേദിയിൽ മിമിക്രി മത്സരം തകർക്കുന്നുണ്ടായിരുന്നു.